സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. പ്രിയപ്പെട്ടവരെ, ഒന്നിച്ച് ചിന്തിക്കാനായിട്ട് ഒരു ദിവസം കൂടി കോഫി വിത്ത് ക്രൈസ്റ്റിലൂടെ നമുക്ക് 4 സുവിശേഷങ്ങൾ ലഭ്യമായിട്ടുണ്ടല്ലേ. ബൈബിളിലെ ഇംഗ്ലീഷ് വേർഷനിൽ അതിന്റെ ടൈറ്റിൽ കാണുന്നത് ഇങ്ങനെയാണ്: ഗോസ്പൽ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തരുടെയും പേര് എഴുതിയേക്കുന്നത്. നമ്മൾ വായിച്ചിട്ടുണ്ട്. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ഗോസ്പൽ അക്കോർഡിംഗ് ടു. അക്കോർഡിംഗ് ടു മനസ്സിലിരിക്കട്ടെ. ഇവർ എഴുതിയത് യേശുവിന്റെ ജീവചരിത്രത്തിന്റെ ഒരു ജേർണലിസ്റ്റിക് റിപ്പോർട്ടൊന്നുമല്ല. 4 പേരുടെയും വീക്ഷണത്തിൽ യേശുവിനെ കണ്ട രീതി സുവിശേഷത്തിൽ അക്കോർഡിംഗ് ടു എന്ന രീതിയിൽ അവർ എഴുതി. മത്തായി യഹൂദനായതുകൊണ്ട് താൻ അറിഞ്ഞ യേശുവിനെ അധികാരമുള്ളവനും വാഗ്ദത്ത മിശിഹായായും രാജാവായും യഹൂദരുടെ മുൻപിൽ വരച്ചു കാണിച്ചു. മർക്കോസ് ആകട്ടെ യേശുവിനെ ദാസനായും, ലൂക്ക യേശുവിനെ മനുഷ്യപുത്രനായും, യോഹന്നാൻ അവിടുത്തെ ദൈവപുത്രനായും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും, അതായത് ഗോസ്പൽ അക്കോർഡിംഗ് ടു യു, ഗോസ്പൽ അക്കോർഡിംഗ് ടു മീ. ഓരോരുത്തരുടെ പേര് അവിടെ പറഞ്ഞെന്ന് പറഞ്ഞേ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സാബു, ഗോസ്പൽ അക്കോർഡിംഗ് ടു മറിയാമ്മ, ഗോസ്പൽ അക്കോർഡിംഗ് ടു സ്റ്റീവ്. സുവിശേഷം ജസ്റ്റ് ചരിത്രവായനയല്ല, അത് ജീവിതത്തിൽ പ്രകടമാക്കേണ്ട സത്യമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന ലേബലുള്ള എൻ്റെയും താങ്കളുടെയും ജീവിതം മറ്റുള്ളവർ വായിക്കുമ്പോൾ വായിക്കുന്നവർ ഇങ്ങനെ പറയണം: ഗോസ്പൽ അക്കോർഡിംഗ് ടു ശ്യാം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ആന്റണി, ഗോസ്പൽ അക്കോർഡിംഗ് ടു മേരിക്കുട്ടി. ചിന്തിക്കാം, മറ്റുള്ളവർ നമ്മുടെ ജീവിതം വായിക്കുമ്പോൾ യേശു എന്നിലുണ്ട് എന്ന് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഞാൻ, ശ്രദ്ധിക്കുക, യേശുവിനെ വായിച്ചെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ? അതിൻ്റെ താളുകളിൽ, എൻ്റെ ജീവിതത്തിന്റെ താളുകളിൽ ക്ഷമയുടെ രൂപമുണ്ടോ? സ്നേഹത്തിന്റെ സ്വരമുണ്ടോ? വിശ്വാസത്തിന്റെ വേറിട്ട ഉറച്ച നിലപാടുണ്ടോ? കാണുന്നതിനെല്ലാം ആമേൻ പറയുന്നതല്ല, മറ്റുള്ളവർ അത് വായിക്കുമ്പോൾ ഈ ഒരു ഉറച്ച നിലപാടുള്ള ജീവിതം എന്നിലുണ്ടോ? കൊറിന്തോസുകാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കണേ. അവിടെ പറയുകയാണ്: സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ഞങ്ങളുടെ ലെറ്റർ, അതായത് ശുപാർശ കത്തുകളായത്, അത് മഷി കൊണ്ടെഴുതിയ ലെറ്റർ അല്ല, അത് നിങ്ങൾ തന്നെയാണ്. അടുത്ത വാക്യത്തിൽ വചനത്തിൽ പറയാണ്: മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതങ്ങളാണ് നിങ്ങളെന്ന് വ്യക്തമാണ്. ഡൗട്ടൊന്നുമില്ല. ഈ വചനം ധ്യാനിച്ചിട്ടും വായിച്ച് ധ്യാനിച്ചിട്ട് ഇന്ന് നമുക്കൊന്ന് സ്വയം ചോദിക്കാം: എന്നിൽ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ ലിഖിതം എൻ്റെ ജീവിതത്തിലൂടെ, പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് വായിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതോ ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലറഡായിട്ട് ലൈഫിലെ സ്വഭാവം ഇങ്ങനെ ബ്ലറഡായിട്ട് കിടക്കുകയാണോ? സ്വയം പറയാം: ഐ ആം ദ 5th ഗോസ്പൽ, ഗോസ്പൽ അക്കോർഡിംഗ് ടു. ഓരോരുത്തർ അവരവരുടെ പേര് പറയുക. ഇതാണ് സാക്ഷ്യമുള്ള ജീവിതം. ഇതാകണം സാക്ഷ്യമുള്ള ജീവിതം. മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും എല്ലാം സുവിശേഷം അവരുടെ ജീവിതത്തിൽ കണ്ട വീക്ഷണം എഴുതി നമുക്ക് തന്നു. ഇനി നമ്മുടെ ടേണാണ് സുവിശേഷം ജീവിക്കാനുള്ള നമ്മുടെ ടേൺ. ഈ അവസരം 2025 ഇന്നത്തെ ദിവസത്തിലും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്, എനിക്കും നിങ്ങൾക്കും. ഇന്നത്തെ ദിവസം ഗോസ്പൽ അക്കോർഡിംഗ് ടു നമ്മുടെ സ്വയം പേര് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് പറ്റുമോ? ആഗ്രഹിക്കാം. അങ്ങനെയെങ്കിൽ, ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെയും എന്നെ കേൾക്കുന്ന ഈ ആളുടെയും ജീവിതം അങ്ങേ സുവിശേഷത്തിന്റെ പ്രതിഫലനമാകട്ടെ. അങ്ങേ സ്നേഹം എൻ്റെ വാക്കിലും അങ്ങയുടെ കരുണ എൻ്റെ പ്രവൃത്തികളിലും ഉണ്ടാകട്ടെ. അങ്ങനെ എന്നെ കാണുന്നവർ അങ്ങയെ കാണാനിടയാകട്ടെ. എൻ്റെ മരണനേരത്തിൽ മറ്റുള്ളവർ പറയട്ടെ,
ഗോസ്പൽ അക്കോർഡിംഗ് ടു ദിസ് മാൻ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. അവൻ നമ്മെ നിത്യതയിലെത്തിക്കും. ആമേൻ. സുവിശേഷ ഗീതി